അല്പസമയത്തിനകം മന്ത്രി ഇറങ്ങും. SP തബോഷ് അതോടൊപ്പം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്നു. മന്ത്രി അല്പസമയത്തിനുള്ളിൽ ഇറങ്ങും. ബന്ധുക്കളുമായി സംസാരിക്കുകയാണ്. ബന്ധുക്കളുമായി സംസാരിച്ച ശേഷം മന്ത്രി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാധ്യമങ്ങൾ അദ്ദേഹം എന്തെങ്കിലും സംസാരിക്കുമോ എന്നത് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. പുറത്ത് ജനരോഷം അലയടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. പുറത്ത് ആളുകൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈ വീടിന്റെ മുൻവശത്തും മറ്റ് തേയിലത്തോട്ടത്തിലുമൊക്കെ ആളുകൾ തമ്പടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ വഴിയിലേക്ക് കടന്നിരിക്കുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ പ്രതിഷേധം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി പുറത്തേക്ക് വരുന്നത്. മന്ത്രിയുടെ തിരിച്ചുപോക്കും ഏതു തരത്തിലാകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ രാധ മരിച്ച് എന്ന് 3-ാം നാളാണ്. എന്നിട്ട് പോലും അങ്ങനെ ഒരു നിലപാടിലേക്ക്, അങ്ങനെ ഒരു നടപടിയിലേക്ക്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് വനമന്ത്രി ഒന്ന് വീട്ടുകാരെ വിളിക്കാൻ പോലും തയ്യാറായില്ല. വനമന്ത്രി എന്ന് പറയുന്നത് വയനാട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയാണ്. സ്വാഭാവികമായും ആ ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നുൾപ്പെടെയുള്ള വിമർശനമുണ്ട്. ഇതിനിടയിലാണ് ഏറ്റവും പ്രകോപനകരമായി ഒരു കാര്യം കൂടി ഇന്നലെ വന്നത്. അതായത് ഇവിടെ ഇങ്ങനെ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ രാപ്പകൽ ഭേദമില്ലാതെ തെരച്ചിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ വനമന്ത്രി ഫാഷൻ ഷോയിൽ പാട്ട് പാടുന്നൊരു ദൃശ്യം പുറത്തു വന്നു. അത് വലിയ അളവിലുള്ള പ്രകോപനം ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നത് മാപ്പ് പറഞ്ഞതാണ്. ആ ഒരു സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അതിൽ മാപ്പ് രേഖപ്പെടുത്തിയതാണ്. എന്തായാലും ഏവരും ഉറ്റുനോക്കുന്നു. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഏവരും ഉറ്റുനോക്കുകയാണ്. നമ്മൾ കാത്തിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ മന്ത്രി ഇവിടേക്ക് പുറത്തിറങ്ങും. അതിനുവേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ്. ആ ഒരു എന്ത് നിലപാടാണ് ഇനി അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. ബന്ധുക്കളുമായി സംസാരിച്ചു. അച്ചപ്പൻ, ഈ രാധയുടെ ഭർത്താവ് അച്ചപ്പൻ, അതോടൊപ്പം തന്നെ മക്കളായിട്ടുള്ള അനീഷ, അതുപോലെ അനിൽ എന്നിവർ ഇതിനകത്തുണ്ട്. അവരോടെല്ലാം തന്നെ മന്ത്രി സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. മുതിർന്ന CPM നേതാക്കളെല്ലാം തന്നെയുണ്ട്. മുൻ MLA കൂടിയായ CK ശശീന്ദ്രനുണ്ട്. മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കളുണ്ട്. LDF ഘടകകക്ഷികളുടെ നേതാക്കളുണ്ട്. അതോടൊപ്പം ജില്ലാ സെക്രട്ടറി CPMന്റെ K റഫീഖ് ഉണ്ട്. അങ്ങനെ ആളുകളെല്ലാം തന്നെ മന്ത്രിക്കൊപ്പമുണ്ട്. വലിയ രീതിയിൽ ഈ CPM ഉൾപ്പെടെ ആരോപിക്കുന്നത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ ശശീന്ദ്രൻ, മുൻ MLA ശശീന്ദ്രൻ വളരെ ക്ഷുഭിതനായി അദ്ദേഹം ഇവിടേക്ക് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഇത്തരത്തിൽ ഉപയോഗിക്കുകയാണ് എന്നുള്ള തരത്തിൽ പറയുന്നു. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു സന്ദർശനം നടക്കുന്നത്. ആ സന്ദർശനത്തിന് ശേഷം എന്ത് പ്രഖ്യാപനമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ആളുകൾ തമ്പടിച്ച് തടിച്ചുകൂടി ഇങ്ങനെ നിലയുറപ്പിക്കുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഇനി എന്താണ് ഇതിനകത്ത് തിരിച്ചു പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നത്തിലേക്ക് വഴിമാറുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ വീടിൻ്റെ മുൻവശമാണ്. മുൻവശത്തെല്ലാം തന്നെ ആളുകൾ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. തേയിലത്തോട്ടത്തിലടക്കം നമുക്ക് ആളുകളെ ദൂരെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തമ്പടിച്ച് നിൽക്കുന്ന വലിയൊരു ആൾക്കൂട്ടം ഈ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ ഈ പ്രദേശത്ത് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ കേന്ദ്രീകരിച്ച ഘട്ടത്തിൽ ഇനി എന്ത് രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് മന്ത്രി നടത്തുക എന്ന് ഉറ്റുനോക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രമാത്രം വലിയ സന്നാഹത്തോടുകൂടി ആളുകൾ ക്യാമ്പ് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായും അത് ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധിയിലേക്ക് മാറുമോ എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു പ്രതിഷേധം രൂപപ്പെട്ട സാഹചര്യത്തിൽ ഇനി എന്ത് തരത്തിലുള്ള നിലപാട്, എന്ത് തരത്തിലുള്ള നടപടി, അതാണ് ഇവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. മന്ത്രി അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ബന്ധുക്കളുമായി വിശദമായി ഇപ്പോൾ സംസാരിക്കുന്നതാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ബന്ധുക്കളുമായി സംസാരിച്ച ശേഷം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുകയാണ്. എന്ത് തരത്തിലുള്ള പ്രഖ്യാപനമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളത്. വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം പാട്ട് പാടുന്ന, അവിടെ മാരത്തോൺ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാപ്പകൽ ഭേദമില്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അരുൺ സക്കറിയെ പോലുള്ള ഉദ്യോഗസ്ഥർ ഇവിടുത്തെ ദൗത്യത്തിന് ശേഷം, അതായത് ഈ വെറ്റിലപ്പാറയിലെ ഈ മസ്തകം പൊളിഞ്ഞ ആ ആനയുടെ ചികിത്സയ്ക്ക് ശേഷം ഇവിടേക്ക് പാഞ്ഞെത്തുകയായിരുന്നു. എന്നിട്ട് പോലും ഇങ്ങനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, ഇവിടുത്തെ DFOയും CCFും അടക്കമുള്ളവർ അഹോരാത്രം ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. ഇതിനുവേണ്ടി ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ റേഞ്ച്
ഓഫീസർ പ്രവർത്തിക്കുന്നു. ആ ഘട്ടത്തിലാണ് വനം മന്ത്രി ഇന്നലെ ഫാഷൻ ഷോയിൽ പാട്ട് പാടുന്ന ദൃശ്യം പ്രചരിപ്പിച്ചത്. ആ പ്രചരണം വന്നതോടുകൂടി ആളുകൾ വലിയ പ്രകോപനം, വലിയ രീതിയിലുള്ള പ്രതിഷേധം അതെല്ലാം തന്നെ ഉണ്ടായി. അത് നമ്മൾ കണ്ടതുമാണ്. അങ്ങനെ കണ്ട ഘട്ടത്തിൽ അത് സ്വാഭാവികമായും ആളുകളുടെ വൈകാരികതയെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്ക് അത് മാറി. അത് വലിയ ചർച്ചയായി. ഇതിനിടയിലാണ് ഇന്നലെ നടന്ന പ്രതിഷേധത്തിന് രാഷ്ട്രീയ സ്വഭാവമുണ്ടെന്നുള്ള പ്രസ്താവന വന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഈ ജനങ്ങളുടെ, ഈ പ്രദേശവാസികളുടെ ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാരക്കൊല്ലിയിലെത്തി വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും മന്ത്രി രാധയുടെ വീട്ടിലെത്തി അവരുടെ കുടുംബാംഗങ്ങളെ കണ്ടു, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞു. അവർക്ക് എന്തുറപ്പാണ് മന്ത്രി നൽകിയിട്ടുള്ളതെന്ന് അറിയില്ല. പക്ഷേ ഭർത്താവിനെയും 2 മക്കളെയും കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു. പുറത്തേക്ക് ഇപ്പോഴും വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല മന്ത്രി. കാരണം അങ്ങോട്ടേക്ക് എത്തിയ മന്ത്രിക്ക് മുന്നിലുണ്ടായ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഇപ്പോൾ 3 ദിവസമായി രാധയെ കടുവ ആക്രമിച്ച് കൊന്നിട്ട് അതിനുശേഷം മന്ത്രി അങ്ങോട്ടേക്ക് എത്തിയില്ല എന്നതിൻ്റെ പ്രതിഷേധമുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകൾ, അത് രാധയെ കടുവ ആക്രമിച്ചത് കാട്ടിൽ വെച്ചാണ്, വനത്തിൽ വെച്ചാണ് എന്നുള്ള പ്രസ്താവന, അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന പ്രസ്താവന, അതൊക്കെ തന്നെ നാട്ടുകാരെ വല്ലാതെ പ്രതിഷേധത്തിലേക്ക് നയിച്ചു. അപ്പോൾ ആ പ്രതിഷേധങ്ങളെല്ലാം തന്നെ, അതുപോലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പൊതുവേദിയിൽ പാട്ടുപാടിയതുമെല്ലാം നാട്ടുകാരെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആ അമർഷവും, അവർക്ക് ഒരു വശത്ത് അവരുടെ വേദന, അവരുടെ ഭയം, അതെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വല്ലാത്ത പ്രതിഷേധവും അമർഷവും എല്ലാം ഇന്ന് മന്ത്രി അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ടു. അത് വലിയ രീതിയിലുള്ള അവരുടെ എതിർപ്പായി മാറി. അദ്ദേഹത്തിൻ്റെ വാഹനം തടയുന്നു, അത് അവിടെ ഇരുന്നും കിടന്നുമൊക്കെ തന്നെ അവർ പ്രതിഷേധിക്കുന്നു. പക്ഷെ വലിയൊരു പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു.